താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ തർക്കങ്ങളും വിവാദങ്ങളും പുകയുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ പങ്കെടുത്ത യോഗം ചിത്രീകരിച്ച മെമ്മറി കാർഡാണ് പുതിയ വിഷയം. നടിയും സംവിധായകയുമായ കുക്കു പരമേശ്വരന് നേരെയാണ് പുതിയ വിവാദങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മലയാള സിനിമയിൽ മീട്ടു ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ കുക്കു പരമേശ്വരനാണ് നടിമാർ ഉൾപ്പെടെയുള്ള വനിതാ സിനിമാ പ്രവർത്തകരെ വിളിച്ചുകൂട്ടിയത്. സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾ തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ചത് അവർ ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നതോടെയാണ് നടിമാർ പ്രതികരിച്ചത്. പൊന്നമ്മ ബാബുവാണ് ആദ്യം പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെ നടി പ്രിയങ്കയും മാധ്യമങ്ങളെ കണ്ടു. രഹസ്യമായി സംസാരിക്കുമ്പോൾ എന്തിനാണ് ക്യാമറ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവിന് വേണ്ടിയാണെന്നായിരുന്നു അവർ മറുപടി നൽകിയത് എന്നും പ്രിയങ്ക പറഞ്ഞു. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ ഒരു ക്യാമറ അത് ക്യാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി. ഞാനത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുക്ക് തന്നെയാണ് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്, ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. ഇടവേള ബാബുവും കുക്കു പരമേശ്വരനുമാണ് മെമ്മറി കാർഡ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് ഇരുവരും പറഞ്ഞു. അതേസമയം ദുരനുഭവങ്ങൾ പങ്കുവച്ച യോഗത്തിൽ ഒരു നടി പറഞ്ഞ വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നതോടെയാണ് മെമ്മറി കാർഡ് വിഷയം വിവാദമായത്. ആഗസ്റ്റ് 15 നടക്കുന്ന അമ്മ സംഘടനാ തിരഞ്ഞെടുപ്പിൽ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയുണ്ടെന്നാണ് പൊന്നമ്മ ബാബുവിന്റെ പ്രതികരണം. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി വന്നാൽ ഇതുവെച്ച് അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും പൊന്നമ്മ ബാബു പറയുന്നു. വരും ദിവസങ്ങളിൽ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് വനിതകളായ കൂടുതൽ സിനിമാ പ്രവർത്തകരിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. കൈരളി ന്യൂസ്, കൊച്ചി.